ഇപ്പോൾ CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയ വിവാദം, അതായത് അത് നിങ്ങൾക്കറിയാം വാല്യുവേഷൻ നടത്തിയപ്പോൾ ഒരുപാട് പിഴവുണ്ടായി എന്നാണ്. ഈ കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന നിലയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി CJP പ്രഖ്യാപിച്ച സമരത്തിന് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക് ഉൾപ്പെടെ പല ആളുകളും പിന്തുണ പ്രഖ്യാപിച്ചെന്ന വാർത്ത ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ ഈ റീവാല്യുവേഷന് ഇന്നലെ മാത്രം 28,000 വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തുവെന്നും വിവരം. വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. നമ്മുടെ കുട്ടികളുടെ മനസ്സമാധാനം കെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും ഇന്നലെ CBSEയുടെ പോർട്ടൽ വിനീത പറഞ്ഞു അത് ഓപ്പണായി നല്ല ഗംഭീരമായിട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന രീതിയിൽ ആശങ്കപ്പെടുന്ന ഫോണുകൾ വന്നു തുടങ്ങി. അപ്പോൾ വീണ്ടും പോർട്ടൽ ശരിയായി എന്ന വാർത്തയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ? SK, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ആ പോർട്ടലിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെ വൈകിട്ടോടുകൂടി ഒരു സൈബർ അറ്റാക്ക് അതിൽ ഉണ്ടായെന്നും ഈ അനധികൃതമായിട്ട് ചില ഫയലുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുമൊക്കെ CBSE തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ കേന്ദ്രത്തിന്റെ തന്നെ സൈബർ സുരക്ഷാ വിഭാഗം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ കുറ്റക്കാരെ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേഷൻ അനുസരിച്ച് ഇതിനോടകം തന്നെ ഈ പോർട്ടലിൽ 28,000 വിദ്യാർത്ഥികൾ അവരുടെ അപേക്ഷ വിജയകരമായി സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു മിനിറ്റിൽ ഏതാണ്ട് 14,000-ഓളം വിദ്യാർത്ഥികളാണ് ഈ പോർട്ടൽ ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനം നൽകാൻ ഞങ്ങൾ ജാഗ്രതയോടെ ഉണ്ടാകുമെന്നും CBSE അറിയിച്ചിട്ടുണ്ട്. അതേസമയം മറുവശത്ത് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളായി അവർക്കുണ്ടായ ഒരു ആശങ്ക, അവരുടെ മാതാപിതാക്കൾ അവർക്ക് അനുഭവിച്ച ഒരു വലിയ ബുദ്ധിമുട്ട്, ഇതിലൊക്കെയായി ഇന്നലെ CBSEയുടെ ചെയർമാനെയും സെക്രട്ടറിക്കുമെതിരെയാണ് നടപടി ഉണ്ടായിരുന്നത്. ഇരുവരെയും സ്ഥലം മാറ്റുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിലേക്കുള്ള നടപടിയിലേക്കടക്കം വിദ്യാഭ്യാസ മന്ത്രാലയം ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത് ഈ CBSE ചെയർമാനും സെക്രട്ടറിക്കുമെതിരായിട്ടുള്ള നടപടി അത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ അഴിമതി നിറഞ്ഞ കമ്പനിക്ക് കരാർ നൽകിയതിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്കും ധർമ്മേന്ദ്ര പ്രധാനും പങ്കുണ്ട് എന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 6-ാം തീയതി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CJPയുടെ ഒരു പ്രതിഷേധമുണ്ട്. അദ്ദേഹം പുറത്താണുള്ളത്. അദ്ദേഹം വിദേശത്ത് നിന്ന് ഡൽഹിയിലേക്ക് എത്തി നേരെ പാർലമെന്ററി പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ഈ സമരം നടത്താൻ, പ്രതിഷേധം നടത്താൻ അനുവാദം വാങ്ങിയ ശേഷം ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ സോനം വാങ്ചുക് എത്തുമെന്നും അറിയിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.